തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷണ സംഘം ഇറാനി ഗ്യാങ് കേരളത്തിൽ പലയിടത്തും മോഷണം നടത്തിയതായി പോലീസ്. 3 പേരുടെ സംഘമായാണ് മോഷണം നടത്തുന്നത്. നെടുങ്കണ്ടത്ത് പിടിയിലായ പ്രതികളുടെ പേരിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കേസുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ജ്വല്ലറി മോഷണത്തിന്റെ പ്രതികൾ പിടിയിലായത്. കുറുവ പിൻവാങ്ങുമ്പോൾ ഇറാനി പിടിമുറുക്കുന്നു. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിലെ സ്റ്റാർ ജുവലറിയിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നവരിടെയാണ് തമിഴ്നാട് മധുര സ്വദേശികളായ ഹൈദർ, മുബാറക് എന്നിവർ പിടിയിലായത്. ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കടയുടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിനിടെ കൂടെയുണ്ടായിരുന്ന മുബാറക് കടയിൽ നിന്ന് ഇറങ്ങിയോടി. അപ്പുറത്തിരുന്ന ആളെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞ അടിയിരിക്കാവുന്ന കാണിച്ചതാ എന്നും പറഞ്ഞ് കൗണ്ടറിന് മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ കരിഞ്ഞു നിന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഡെപ്പിക്കാത്ത സാധനങ്ങൾ തപ്പുന്ന കൂട്ടത്തിൽ ഇവൻ ആ ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്കാക്കി. നെടുങ്കണ്ടത്ത് നിന്ന് ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തമ്പാറ പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇവർ തമിഴ്നാട് ഇറാനി ഗ്യാങ്ങിലെ അംഗങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് എല്ലാ രീതിയിലുള്ള മോഷണ രീതികളും അവർക്കുണ്ടെന്നാണ്. റോബറി ഉൾപ്പെടെയുള്ള പിടിച്ചുപറി, റോബറി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള മോഷണം ഉൾപ്പെടെ ഇവർക്ക് ഉണ്ടെന്നാണ് നമ്മൾ അറിവായിട്ടുള്ളത്. ഇവർ പല ഗ്യാങ്ങുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇവരുടെ പ്രവർത്തന മേഖലയുണ്ട്. 2-3 പേർ അടങ്ങുന്ന ചെറുസംഘങ്ങളായി തിരിഞ്ഞാണ് ഇറാനി ഗ്യാങ്ങിന്റെ മോഷണം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികളിൽ മോഷണം നടത്തിയത് ഇവരുടെ സംഘമാണെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. അധ്വാനിച്ചുണ്ടാക്കുന്നത് കട്ടെടുക്കാൻ പല പേരിൽ പല ദേശത്ത് നാളെത്തുന്നു. കുറുവയ്ക്ക് രാത്രി എന്ന സമയമുണ്ടായെങ്കിൽ ഇറാനിയൻ സംഘത്തിന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. മോഷണം മാത്രമാണ് ലക്ഷ്യം.